സംഭാവനകളെ പോലെ തരത്തിലുള്ള ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവും സംസ്കാരവും രീതികളും ഗുണപരമായ അത്തരം കാഴ്ചപ്പാടുകളും ചിന്തകളൊക്കെ ആവണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യക്ഷത്തിലെ പോയിരുന്നായിട്ടൊന്നും പങ്കില്ലെങ്കിലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുവാൻ ഈ അവസരം തിരഞ്ഞെടുക്കുന്നത്. ഏതായാലും നമുക്കെല്ലാവർക്കും മനസ്സ് വിശാലമാക്കിയും നെഹ്റൂവിയൻ കാഴ്ചപ്പാടുകളും പാരമ്പര്യവും ജനാധിപത്യ ബോധവും ഒക്കെ സ്വന്തം പദത്തിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടാകും. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് കഴമ്പുള്ളത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ വീണ്ടും സ്ഫുടം ചെയ്തതുപോലെ നമുക്ക് അടുത്തൊരവസരത്തിൽ വിരുങ്ങി മുന്നോട്ട് പോകാൻ വിരുക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുക. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള വലിയ വിനിമയങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ സാധ്യമാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് പുതിയ തലമുറ അതൊക്കെ തീർന്നവരായി മാറും. നെഹ്റുവിനെ അതിങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ നമ്മൾ പാർട്ടി തലത്തിൽ തന്നെ പ്രാദേശിക തലത്തിൽ അങ്ങനെ നമുക്കൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിൽ സഹായകമാവുന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ സുബ്രഹ്മണ്യത്തിൻ്റെ പി സുബ്രഹ്മണ്യത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തികളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ചിരസ്മരണീയമായിട്ട് നിലനിൽക്കട്ടെ. അദ്ദേഹം ചിരഞ്ജീവിയായിട്ട് അദ്ദേഹം നമ്മുടെയൊക്കെ ആലങ്കോട്ടിലെയും പരിസര പ്രദേശങ്ങളുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ മനസ്സിൽ അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. ഈ പരിപാടിക്ക് തീർച്ചയായും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്.